ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ഒരു കുട്ടയിൽ കുറേ മുട്ടയുമായി പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവൻ്റെ കാൽ കല്ലിൽ തട്ടി അവൻ വീണു. കുട്ടയിലുണ്ടായിരുന്ന എല്ലാ മുട്ടയും പൊട്ടിപ്പോയി. ഒത്തിരി ആളുകൾ അവൻ്റെ ചുറ്റും കൂടി. തൻ്റെ കടയുടെ ഉടമസ്ഥൻ തന്നെ ശിക്ഷിക്കുമെന്നും തുച്ഛമായ തൻ്റെ ശമ്പളത്തിൽ നിന്ന് മുട്ടയുടെ വില ഈടാക്കുമെന്നും തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞാണ് അവൻ കരയുന്നത്. വിധവയായ ഒരു അമ്മയും 2 ഇളയ സഹോദരങ്ങളുമാണ് അവനുള്ളത്. അവരെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അയ്യോ പാവം! ചുറ്റും നിന്നവരൊക്കെയും അവനെ ഓർത്ത് സഹതപിച്ചു. വേറെ കുറച്ചാളുകൾ അവൻ വീഴുവാനിടയാക്കിയ പൊന്തി നിന്ന ആ കല്ലിനെ കുറ്റപ്പെടുത്തി. വേറെ ചിലരാകട്ടെ കുട്ടികളെ ജോലിക്ക് വയ്ക്കുന്നതിനെ കുറിച്ച് വിമർശിച്ചു തുടങ്ങി. ആ സമയത്ത് ആ കൂടി നിന്ന ആളുകളിൽ നിന്ന് ഒരു യുവാവ് മുന്നോട്ട് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്കിവനെ സഹായിക്കണം, ഒരു മുട്ടയുടെ വില ഞാൻ കൊടുക്കാം. അപ്പോഴേക്കും ചുറ്റും കൂടി നിന്നവർ ഓരോരുത്തരായി ഓരോ മുട്ടയുടെ വില നൽകുവാനായിട്ട് തയ്യാറായി. അങ്ങനെ അവന് സംഭവിച്ചേക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ വിമുക്തനായി. സൽപ്രവൃത്തികൾക്കായി ഒരു ചെറുവിരൽ പോലും അനക്കാതെ ധാരാളമായി വാചക കസർത്ത് നടത്തുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് 2-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. ഒരു ചെറിയ മെഴുകുതിരിയായി നമുക്ക് ചുറ്റും പ്രകാശം പരത്തുവാൻ ഇത്തിരി വെട്ടമെങ്കിലും നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ ചെറുജീവിതത്തെ ദൈവം തമ്പുരാൻ വളരെയേറെ ശോഭയുള്ളതാക്കി മാറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ.